ശരി, അപ്പൊ എനിക്കിപ്പം ബാങ്കിൽ ആധാർ എടുക്കണം. ഇനിയിപ്പോ ആധാരല്ല, എനിക്ക് അതിന് പലിശ അടക്കണം. എത്ര പലിശ? പലിശ 4000 റുപ്യ ഉണ്ടാവും. മാസം 4000 റുപ്യ അടക്കേ? മാസം 4000. അല്ല, അപ്പൊ ആധാർ എടുക്കണ്ടേ? ആധാരത്തിന് എടുക്കണേ. ആധാരം വാപ്പ ചങ്ങായി വെച്ചത്. എനിക്ക് അതിന്റെ പലിശ അടച്ചാൽ മതി. ബാങ്ക് മാനേജർ പറഞ്ഞല്ല. ഓക്കെ, പലിശ എന്നാലും ഈ ആധാർ എടുക്കണല്ലോ. ആ പണയം വെച്ചിട്ടില്ല ആധാരോ? ആധാരം വാപ്പ വെച്ചത്. വാപ്പൂടെ വാപ്പ മരിച്ചുപോയി. പോട്ടെ, ബാപ്പ ആധാരം പണയം വെച്ചു. അപ്പം ഈ ആധാരം എടുക്കണ്ടേ? നിനക്ക് പലിശ അടിച്ചാ പോരെ. എത്തിനാണ് എനിക്ക് ആധാരം എടുക്കണേ? ആധാരം വാപ്പല്ല കൈ വെച്ചേ. ഇച്ചെത്തിനാ എടുക്കണേ? അതല്ലടാ, അന്റെ ബാപ്പാക്ക് എത്ര മക്കളാ? ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ ഈ ആധാരം അന്റേതല്ലേ? ബാപ്പ വെച്ചതാണെങ്കിൽ ബാപ്പ വെച്ച് എടുക്കേണ്ട ആധാരോ? ഇന്നോട് 4000 റുപ്യ അടച്ചാൽ മതി എന്ന് ബാങ്ക് മാനേജർ പറഞ്ഞല്ലേ. ഇതിനെത്തിന് ഞാൻ ആധാരം എടുക്കണേ? ഈ ആധാരം എന്റേതല്ലേ? ഈ പേര് എന്റേതല്ലേ? പേരും ആ സ്ഥലം എന്റേതല്ലേ? അതിന്റെ ആധാരല്ലേ ബാങ്കിൽ വെച്ചത്? വാപ്പല്ലേ വെച്ചത്. ഞാൻ എത്ര എടുക്കണേ? പോട്ടാ, അന്റെ ബാപ്പ വെച്ചതായാലും ഉജ്ജ വെച്ചതായാലും ആധാരം നിങ്ങൾക്കല്ലേ ബാങ്കിലുള്ളത്. അത് എടുക്കണ്ട എനിക്ക്. ഇന്നോട് ബാങ്ക് മാനേജർ മാസം 4000 റുപ്യ കൊണ്ടുവന്ന് അടച്ചു കഴിഞ്ഞാല് ആധാരം അവിടെ സേഫ് ആയിട്ടാണ് ഉണ്ടാവുന്ന പറഞ്ഞത്. അങ്ങനത്തെ വണ്ടി 500 റുപ്യ അല്ലേ? പോയിക്കോ. ഏതാണ് ഈ വലിവേൻ?